ആനന്ദ് കെ തമ്പി ആ പ്രദേശത്തെ അറിയപ്പെടുന്ന BJPയുടെ RSSൻ്റെ പ്രവർത്തകനാണ്. 16ാമത്തെ വയസ്സു മുതൽ RSSൻ്റെ പ്രവർത്തകനായി മാറി RSSൻ്റെ വിവിധ നിലകളിൽ പ്രവർത്തിച്ച് നേതൃനിരകളിൽ പ്രവർത്തിച്ച് RSS ചുമതലപ്പെടുത്തിയ പ്രദേശങ്ങളിലെല്ലാം സംഘപ്രവർത്തനം നടത്തി പിന്നീട് നാട്ടിൽ തിരിച്ചു വന്ന് ഒരു സ്ഥാപനം നടത്തി വരികയാണ്. ആ സ്ഥാപനം നടത്തുമ്പോഴും ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുകയും ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു. ഈ വരുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരത്ത് BJP ഒരു സ്ഥാനാർത്ഥിയെ ആലോചിക്കുകയാണെങ്കിൽ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ഈ ആനന്ദിൻ്റെ പേരായിരുന്നു. ആ ആനന്ദിനെ മത്സരിപ്പിക്കാതെ അവിടെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ അവിടുത്തെ ഏറ്റവും വലിയ മാഫിയ പ്രവർത്തനം നടത്തുന്ന മണ്ണ് മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരാളെയാണ് BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വല്ലാതെ വിഷമിച്ചു. ആ വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരോടും പറഞ്ഞു, ഞാൻ തൃക്കണ്ണാപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് കേട്ടതോടെ ഇവരുടെ ഹാലിളകി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാഫിയ സംഘം എന്തും ചെയ്യും. ചിലപ്പോൾ കൊന്നുകളയാൻ വരെ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി കാണും. അതുകൊണ്ടാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതി, എൻ്റെ മൃതശരീരം ഒരാളെയും കാണിക്കരുത്, RSSകാരെയും BJPക്കാരെയും കാണിക്കരുത് എന്ന് എഴുതണമെങ്കിൽ അവരിൽ നിന്ന് വലിയ ത്രട്ടണിങ് ഉണ്ടാകണം, വലിയ ഭീഷണി ഉണ്ടാകണം. ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ എഴുതേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ ഇനിയുള്ള കാലത്ത്, ഇനിയുള്ള സമയത്ത് അത് പരിശോധനയിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം കാണിക്കുന്നത് RSSൻ്റെ BJPയുടെ തിരുവനന്തപുരം നഗരത്തിലെയും പൊതുവെ അവരുടെ പ്രവർത്തനങ്ങളിലും വന്ന മാറ്റമാണ്. സാധാരണക്കാരായിട്ടുള്ള BJP പ്രവർത്തകർക്ക് അതിനകത്ത് സ്ഥാനമില്ല. RSSൻ്റെ സാധാ പ്രവർത്തകർക്ക് അതിനകത്ത് സ്ഥാനമില്ല. ഈ മാഫിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനകത്ത് സ്ഥാനമുള്ളൂ എന്നുള്ളതാണ് വരുന്ന കാര്യം. അതുകൊണ്ട് ഈ രണ്ടു മരണങ്ങൾക്കും, അടുപ്പിച്ചടുപ്പിച്ചുള്ള രണ്ടു മരണങ്ങൾക്കും BJPയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം കൃത്യമായി മറുപടി പറയണം. BJPയെ സ്നേഹിക്കുന്ന ആളുകൾ വല്ലാതെ ഇന്ന് പരിഭ്രമിച്ചിരിക്കുകയാണ്. BJP നേതൃത്വത്തിൻ്റെ വഴിവിട്ട പോക്ക് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നു എന്നുള്ളത് കൊണ്ട് എന്തുമാകാമെന്നാണ് അവർ ധരിക്കുന്നത്. അത് വന്ന് എതിരാളികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരെയും കാര്യങ്ങൾ നന്നായിട്ട് ഇടപെടുന്നവരെയും കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് BJP നേതൃത്വം മാറിയിരിക്കുന്നു.